വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇതിൽ സാറാണ്. പല മക്കളും ഡിമാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് യൂണിഫിക്കേഷൻ പ്രോസസ്സ്. ഡിഫറെൻറ്റ് നാഷൻസ് യൂണിഫിക്കേഷൻ പ്രോസസ്സ് സാർ ഒന്നും കൂടി എടുക്കുമോ എന്നുള്ളത് പല മക്കളും ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. യൂണിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റലി, അതുപോലെ തന്നെ ജർമ്മനി, അതുപോലെ തന്നെ ബ്രിട്ടൻ, ഈ മൂന്ന് ഏരിയാസിൻ്റെയും മൂന്ന് നാഷൻസിൻ്റെയും യൂണിഫിക്കേഷൻ പ്രോസസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വിതിൻ 15 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി. നമുക്ക് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും മേക്കിംഗ് പ്രോസസ്സ് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കാണാൻ പറ്റും ആഫ്റ്റർ 1848 നാഷണലിസം ഇൻ യൂറോപ്പ് മൂവ്ഡ് അവേ ഫ്രം ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് ഡെമോക്രസി ആൻഡ് റെവല്യൂഷൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നതാണെന്ത് നാഷണലിസം എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് ഈ പറയുന്ന പോലെ തന്നെ ഡെമോക്രസിയിൽ നിന്നും റെവല്യൂഷനിലോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ജർമ്മൻസിൻ്റെ മിഡിൽ ക്ലാസ്സിനിടയിൽ ഈ ഒരു ഐഡിയ നാഷണലിസ്റ്റ് ഫീലിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ജർമ്മനിയിലെ മിഡിൽ ക്ലാസ് പീപ്പിൾസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ജർമ്മൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി. ദിസ് ലിബറൽ ഇനീഷ്യേറ്റീവ് ടു നാഷണൽ ബിൽഡിംഗ് വാസ് ഹൗവെവർ റിപ്രസ്ഡ് ബൈ ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ദ മൊണാർക്കി ആൻഡ് ദ മിലിറ്ററി സപ്പോർട്ടഡ് ബൈ ദ ലാർജ് ലാൻഡ് ഓണേഴ്സ് കോൾഡ് ജംഗേഴ്സ് ഓഫ് പ്രഷ്യ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ മിഡിൽ ക്ലാസ് പീപ്പിൾസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഈ അപ്രൈസിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ആർക്ക് റിപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? മിലിറ്ററിയും അതുപോലെ തന്നെ മൊണാർക്കിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വളരെ എളുപ്പത്തിൽ ലാൻഡ് ഓണേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി വളരെ എളുപ്പത്തിൽ തന്നെ അതിന് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള അപ്രൈസിങ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ തുടക്കങ്ങളെയും എളുപ്പത്തിൽ തന്നെ പരാജയപ്പെടുന്നു. ദെൻ പ്രഷ്യ ടു ഗോൺ ദ ലീഡർഷിപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് ഫോർ നാഷണൽ യൂണിഫിക്കേഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു? പ്രഷ്യ ഇതിൻ്റെ ലീഡർഷിപ്പ് എടുക്കുന്നു. ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിന് പ്രഷ്യ ലീഡർഷിപ്പ് എടുക്കുന്നു. പ്രഷ്യൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഓട്ടോ വൺ ബിസ്മാർക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആർക്കിടെക്ട് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോ വൺ ബിസ്മാർക്ക് ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നു. ദെൻ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആരുടെ സപ്പോർട്ട് കൂടി അദ്ദേഹം ഗെയിൻ ചെയ്യുന്നു? പ്രഷ്യൻ ആർമിയുടെയും പ്രഷ്യൻ ബ്യൂറോക്രസിയുടെയും സപ്പോർട്ടോടുകൂടി ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് പ്രഷ്യ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രഷ്യയിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഓട്ടോ വൺ ബിസ്മാർക്കാണ് എന്ത് ചെയ്യുന്നത്? അതിനുള്ള ലീഡർഷിപ്പ് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്രഷ്യയുടെ ലീഡർഷിപ്പിലാണ് എന്ത് മുമ്പോട്ട് പോകുന്നത്? ഈ പറയുന്ന യൂണിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Then through wars over 7 years with Austria, Denmark and France ended in Prussian victory and completed the process of unification. അപ്പോൾ ഓൾമോസ്റ്റ് 3 wars 7 yearsലൂടെ 3 wars ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ പറയുന്ന ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്. ഫൈനലി പ്രഷ്യൻ വിക്ടറി ആണ് നമുക്ക് കാണാൻ വരുന്നത്. അതോടുകൂടി ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ജാനുവരി 1871 the Prussian king William I was proclaimed German emperor in a ceremony held at വേഴ്സാൽസിൽ വെച്ച് നടക്കുന്ന സെറമണിയിൽ ജർമ്മൻ കിങ് ആയിട്ടുള്ള ആരാണ്? പ്രഷ്യൻ കിങ് ആയിട്ടുള്ള വില്യം ഫസ്റ്റിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്? ജർമ്മൻ എംപറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ പറയുന്നത് പോലെ തന്നെ ദ നാഷണൽ ബിൽഡിംഗ് പ്രോസസ് ഇൻ ജർമ്മനി ഹാഡ് ഡെമോൺസ്ട്രേറ്റഡ് ദ ഡോമിനൻസ് ഓഫ് പ്രഷ്യൻ സ്റ്റേറ്റ്. ഈ ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓട്ടോ വൺ ബിസ്മാർക്ക് പ്രഷ്യൻ ചീഫ് മിനിസ്റ്ററാണ്. ദെൻ അതുപോലെ തന്നെ ബ്യൂറോക്രസി, അതുപോലെ തന്നെ ആർമി. അപ്പോൾ ആരുടെ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും? പ്രഷ്യൻ സ്റ്റേറ്റിൻ്റെ ഒരു ഡോമിനൻസ് എന്തിൽ കാണാൻ പറ്റും? ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഒബ്വിയസ്ലി അത് ഇൻഫ്ലുവൻസ് ചെയ്യും, ജർമ്മനിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദ ന്യൂ സ്റ്റേറ്റ് പ്ലേസ്ഡ് എ സ്ട്രോങ് എംഫസിസ് ഓൺ മോഡേണൈസിംഗ് ദ കറൻസി, ബാങ്കിങ്, ലീഗൽ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ജർമ്മനി. Prussian measures and practices often became a model of the rest of the Germany. ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ജർമ്മനിയിൽ അതിനുശേഷം യൂണിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി യൂണിഫൈഡ് ജർമ്മനിയിൽ കറൻസിയൊക്കെ മോഡേണൈസ് ചെയ്യേണ്ടി വരും, അത് യൂണിഫോമിറ്റി കൊണ്ടുവരേണ്ടി വരും. ദെൻ ബാങ്കിങ് സിസ്റ്റം, ലീഗൽ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റത്തിലൊക്കെ എന്ത് വരുന്നു? ചേഞ്ചസ് വരുന്നു, കുറച്ചും കൂടി മാറ്റങ്ങൾ വരുന്നു. ഇവിടെയൊക്കെ പ്രഷ്യയുടെ ഒരു ഇൻഫ്ലുവൻസ് വലിയ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ പ്രഷ്യയുടെ ഒരു അപ്പ് ഹാൻഡ് അവിടെ വലിയ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ പ്രഷ്യ നടത്തിയിട്ടുള്ള ഈ ഓരോ മെഷേഴ്സും റെസ്റ്റ് ഓഫ് ജർമ്മനിയിലെ മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ ഒരു റോൾ മോഡലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ആർക്കിടെക്റ്റൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരാണ്? ഓട്ടോ വൺ ബിസ്മാർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും മിലിറ്ററിയും ബ്യൂറോക്രസിയും ഒരുപോലെ തന്നെ ഓട്ടോ വൺ ബിസ്മാർക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്? അസിസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് നോക്കാനുള്ളത്.
നെക്സ്റ്റ് വരുന്നതാണ് ആര്, ലൈക്ക് ജർമ്മനി, ഇറ്റലി ടു ഹാഡ് എ ലോങ് ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ. ജർമ്മനിയെ പോലെ തന്നെ ഇറ്റലിക്കും എന്തുണ്ട്, ഈ പറയുന്ന എന്താണ് ലോങ് ഇയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ ആർക്കുമുണ്ട്, ഇറ്റലിക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഇറ്റലി എന്ന് പറയുന്നത് ഒരു സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഒരു സെവറൽ ഡൈനാസ്റ്റിക് സ്റ്റേറ്റ്സിൻ്റെ അണ്ടറിൽ മൾട്ടിനാഷണൽ ഹാബ്സ്ബർഗ് എംപയറിൻ്റെയും അതുപോലെ തന്നെ പല റൂളേഴ്സിൻ്റെയും അണ്ടറിൽ കിടക്കുന്ന റീജിയൻ ആയിട്ടാണ് എന്ത് കാണാൻ പറ്റുന്നത്, ഇറ്റലി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും വലിയൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. അതിനുവേണ്ടി കുറേ അധികം ജോസഫ് മസീനി, ഗരിബാൾദി, വിക്ടർ ഇമാനുവൽ, ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ കുറേ അധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഓരോ ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കും. ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ 19th century, Italy was divided into 7 states, of which only one, Sardinia Piedmont, was ruled by the Italian princely house. നിങ്ങൾ നോക്കണം, 19th century അടക്കം എന്താണ് ഈ പറയുന്ന ഇറ്റലി എന്ത് ചെയ്തിരുന്നു, 7 states ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ഒറ്റ സ്റ്റേറ്റ് മാത്രമാണ്, സാർഡിനിയ പിഡ്മോണ്ട് എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റ് മാത്രമാണ് ആര് ഡയറക്റ്റ്ലി റൂൾ ചെയ്തിരുന്നത്, ഇറ്റാലിയൻ പ്രിൻസ്ലി ഹൗസസ് ഡയറക്റ്റ്ലി റൂൾ ചെയ്തിരുന്നത്. റിമായി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലർജിയുടെയും അതുപോലെ തന്നെ എന്താണ് സ്പെയിൻ്റെയും അങ്ങനെ അണ്ടറിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ഈ പറഞ്ഞ ഇറ്റലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന സാർഡിനിയ പിഡ്മോണ്ട് എന്ന് പറയുന്ന റീജിയൻ മാത്രമാണ് ഇറ്റാലിയൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരുന്നത്, ഗവേൺ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദ നോർത്ത് വാസ് അണ്ടർ ഓസ്ട്രിയൻ ഹാബ്സ്ബർഗ്. നോർത്ത് ആരുടെ അണ്ടറിലായിരുന്നു, ഓസ്ട്രിയൻ ഹാബ്സ്ബർഗിൻ്റെ അണ്ടറിലായിരുന്നു. ദെൻ ദ സെൻറ്റർ വാസ് റൂൾഡ് ബൈ ദ പോപ്പ്. സെൻറ്റർ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലർജി അല്ലെങ്കിൽ പോപ്പായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഗവേൺ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ സദേൺ റീജിയൻസ് വേർ അണ്ടർ ദ ഡോമിനേഷൻ ഓഫ് ദ ബോർബൺ കിങ്സ് ഓഫ് സ്പെയിൻ. സ്പെയിനിലെ ബോർബൺ കിങ്സിൻ്റെ അണ്ടറിലായിരുന്നു എന്തുണ്ടായിരുന്നത്, സദേൺ റീജിയൻ ഉണ്ടായത്. അപ്പോൾ നോർത്ത് ഓസ്ട്രിയൻ ഹാബ്സ്ബർഗിൻ്റെയും സെൻറ്റർ പോപ്പിൻ്റെയും അതുപോലെ തന്നെ സദേൺ റീജിയൻ ആരുടെ അണ്ടറിലാണ്, ബോർബൺ കിങ്സ് ഓഫ് സ്പെയിൻ്റെ അണ്ടറിലായിരുന്നു എന്തുണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നത്. ഈവൻ ദ ഇറ്റാലിയൻ ലാംഗ്വേജ് ഹാഡ് നോട്ട് അക്വേർഡ് ഓൺ കോമൺ ഫോം ആൻഡ് സ്റ്റിൽ ഇറ്റ് ഹാഡ് മെനി റീജിയണൽ ആൻഡ് ലോക്കൽ വേരിയേഷൻ. നമുക്ക് കാണാൻ പറ്റും ഇറ്റാലിയൻ ലാംഗ്വേജിനും ഈ പറയുന്ന പോലെ ഒരു കോമൺ ഐഡന്റിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഒരു കോമൺനെസ് ഉണ്ടായിരുന്നില്ല, അതിലും വേരിയേഷൻസ് ഉണ്ടായിരുന്നു, റീജിയണൽ ആൻഡ് ലോക്കൽ വേരിയേഷൻസ് ഉണ്ടായിരുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്നില്ല, സിംഗിൾ നാഷൻ ആയിരുന്നില്ല. അത് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ഇപ്പോൾ ഈ പറയുന്ന നാഷണൽ സ്റ്റേറ്റുകളാണ് പിൽക്കാലത്ത് ഫോം ചെയ്യപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഏർലി ടൈമിലുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ് പറയുന്നത്, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തായിരുന്നില്ല, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ നാഷൻ ആയിരുന്നില്ല, സ്കാറ്റേർഡ് ആയി കിടക്കുന്ന ഡിഫറെൻറ്റ് റീജിയൻസ് ആയിരുന്നു, ഡിഫറെൻറ്റ് റൂളേഴ്സിൻ്റെ അണ്ടറിലായിരുന്നു എന്തുണ്ടായിരുന്നത്, ഇറ്റലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒന്നിച്ച് കൊണ്ടുവരിക, ഒരു സിംഗിൾ നാഷനാക്കി മാറ്റുക, ഒരു യൂണിഫൈഡ് നാഷനാക്കി മാറ്റുക എന്നതിനാണ് ഈ പറയുന്ന ഓരോ എന്താ പറയുക ലീഡേഴ്സും എന്ത് ചെയ്യുന്നത്, ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. During the 1830s, Giuseppe Mazzini had sought to put together a coherent program for a unitary Italian republic. Then he had also formed a secret society called Young Italy for the dissemination of his goals. നമുക്കിവിടെ കാണാൻ പറ്റും 1830s ഈ പറയുന്ന ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ്, ഇറ്റാലിയൻ റിപ്പബ്ലിക്കിനൊക്കെ വേണ്ടി ആര് പ്രവർത്തിക്കുന്നത്, മസീനി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ സീക്രട്ട് സൊസൈറ്റീസും ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്രട്ട് സൊസൈറ്റിയാണ് യങ് ഇറ്റലി. ഓക്കെ, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് യങ് ഇറ്റലി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി ആര് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ആര് ഫോം ചെയ്തിട്ടുള്ളത്, മസീനി ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിന് അപ്രൈസിങ്സിനൊക്കെ വലിയ അൾട്ടിമേറ്റ് അല്ലെ അതിന് എയിം എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഓരോ അപ്രൈസിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിലിയർ ആവുന്നുണ്ട്. 1831 ആണെങ്കിൽ 1848 മീൻ ദാറ്റ് ദ മെഡൽ നൗ ഫെൽ ഓൺ സാർഡിനിയ പിഡ്മോണ്ട് അണ്ടർ ഇറ്റ്സ് കിങ് റൂളർ കിങ് വിക്ടർ ഇമാനുവൽ ടു യൂണിഫൈ ദ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് ത്രൂ വാർ. നമുക്ക് കാണാൻ പറ്റും 1831 ഉണ്ടാകുന്ന അപ്രൈസിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, സപ്രസ്ഡ് ആവുന്നു. ദെൻ കിങ് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് ആണ് ഈ പറയുന്ന ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി ലീഡർഷിപ്പ് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. And in the eyes of the ruling elites of this region, a unified Italy offered them the possibility of economic development and political dominance. ഈ പറയുന്ന ഒരു റവല്യൂഷണറിയുടെ തോട്ടിലായിരിക്കില്ല, അല്ലെങ്കിൽ റവല്യൂഷണറിയുടെ ഒരു വ്യൂ പോയിന്റിലായിരിക്കില്ല ഒരു എലൈറ്റ് പേഴ്സൺ റൂളിംഗ് എലൈറ്റ്സ് എന്തിനെ കാണുന്നത്, യൂണിഫിക്കേഷൻ പ്രോസസ്സിനെ കാണുന്നത്. ഒരു റവല്യൂഷണറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, നാഷണൽ സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെടുക, മാക്സിമം ഫ്രീഡം എൻഷുർ ചെയ്യപ്പെടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണെങ്കിൽ ഇവിടെ റൂളിംഗ് എലൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യുക, പൊളിറ്റിക്കൽ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിനൊക്കെ എന്ത് വേണം, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് എന്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്, ഈ പറയുന്ന ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇറങ്ങും നമുക്ക് കാണാൻ പറ്റും. ദെൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന
ആരാണ്, അല്ലെങ്കിൽ ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് ആരാണ്? ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കേവർ ആണ് എന്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്? ഈ പറയുന്ന യൂണിഫൈ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, കേവർ ഈസ് നോട്ട് എ റവല്യൂഷണറി ഓ ഡെമോക്രാറ്റ്. കേവറും എന്തല്ല, ഒരു റവല്യൂഷണറി ഐഡിയ മുമ്പോട്ട് വെക്കുന്ന പേഴ്സൺ ആണോ? അല്ല. ഒരു ഡെമോക്രാറ്റ് ആണോ? അതുമല്ല കേവർ. ഓക്കെ, കേവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? യെസ്, ഈ പറയുന്ന യൂണിഫൈഡ് ഇറ്റലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ദെൻ പൊളിറ്റിക്കൽ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് ഒബ്വിയസ്ലി കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയാലും മറ്റ് നാഷൻസിന് മുമ്പിൽ യെസ് ഈ പറയുന്ന ഒരു സിംഗിൾ റീജിയൻ ഗവേൺ ചെയ്യുന്നതിന് പകരം ഇത്രയും റീജിയൻ ഗവേൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ പൊളിറ്റിക്കലി അവർ ഡോമിനേറ്റഡ് ഗ്രൂപ്പ് ആവും എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെയും അൾട്ടിമേറ്റ് എയിമെന്ന് നമുക്ക് കാണാൻ പറ്റും. Then through the tactful diplomatic alliance with France engineered by Kever, സാഡ്നിയ പിഡ്മോണ്ട് സക്സീഡഡ് ഇൻ ഡിഫീറ്റിംഗ് ദ ഓസ്ട്രിയൻ ഫോഴ്സസ് ഇൻ 1859. നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രാൻസുമായിട്ട് എന്തുണ്ടാവുന്നു, അലയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു കേവർ. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അലയൻസിലൂടെ ആരെ ഡിഫീറ്റ് ചെയ്യാണ്? ഓസ്ട്രിയൻ ഫോഴ്സസിനെ 1859 ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പാർട്ട് ഫ്രം റെഗുലർ ട്രൂപ്പ്, എ ലാർജ് നമ്പർ ഓഫ് ആർമഡ് വോളണ്ടിയേഴ്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജോസഫ് ഗരിബാൽദി ജോയിൻ ദ ഫ്രേ. നമുക്കിവിടെ കാണാൻ പറ്റും ഈ പറയുന്ന റെഗുലർ ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് കിങ്ങും എലൈറ്റ് ഗ്രൂപ്പുമാണ് ഇതിന് മുമ്പിട്ട് ഇറങ്ങുന്നത്. ഒബ്വിയസ്ലി കിങ്ങിൻ്റെ ഭാഗത്ത് എന്തുണ്ടാവും? ഈ പറയുന്ന എന്തുണ്ടാവും? റെഗുലർ ആയിട്ടുള്ള ട്രൂപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടാതെ ജോസഫ് ഗരിബാൽദിയുടെ ലീഡർഷിപ്പിൽ ഒരു ആർമഡ് വോളണ്ടിയർ ഗ്രൂപ്പും കൂടി എന്തിനെ ജോയിൻ ചെയ്യുന്നുണ്ട്? ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിന് ജോയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. In 1860, they marched into South Italy and the Kingdom of Two Sicilies and succeeded in winning the support of the local peasants in order to drive out of the Spanish rulers. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ ആരാണ്? ഗരിബാൽദിയുടെ ലീഡർഷിപ്പിൽ പെസൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഗെയിൻ ചെയ്യാനും അതിലൂടെ സ്പാനിഷ് റൂളേഴ്സിനെ പുറത്ത് കളയാൻ അവരും ആരെ സപ്പോർട്ട് ചെയ്യുന്നു? ഈ പറയുന്ന ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി 1861 Victor Emmanuel II was proclaimed king of United Italy. യുണൈറ്റഡ് ഇറ്റലിയുടെ കിങ് ആയിട്ട് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് എന്ത് ചെയ്യുന്നു? ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടനിലേക്ക് വരുമ്പോൾ, ബ്രിട്ടൻ്റെ കേസ് കുറച്ചും കൂടി സ്ട്രേഞ്ച് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക എത്നിക് ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്, ബ്രിട്ടനിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻ ബ്രിട്ടൻ ദ ഫോർമേഷൻ ഓഫ് ദ നാഷണൽ സ്റ്റേറ്റ് വാസ് നോട്ട് ദ റിസൾട്ട് ഓഫ് സഡൻ അപ്ഹീവൽ ഓർ റെവല്യൂഷൻ. സഡൻ ആയിട്ടുള്ള അപ്ഹീവലിൻ്റെ ഒരു റെവല്യൂഷൻ്റെ ഭാഗമായിട്ടല്ല ബ്രിട്ടൻ യൂണിഫിക്കേഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് എ ലോങ് ഡ്രോൺ ഔട്ട് പ്രോസസ്. ദർ വാസ് നോ ബ്രിട്ടീഷ് നാഷൻ പ്രയർ ടു ദ 18th century. 18th centuryയിലുള്ള സമയത്ത് ബ്രിട്ടീഷ് നാഷൻ എന്ന് പറഞ്ഞ നാഷൻ ഉണ്ടായിരുന്നില്ല. ദ പ്രൈമറി ഐഡൻറ്റിറ്റീസ് ഓഫ് ഈച്ച് പീപ്പിൾ ഇൻഹാബിറ്റഡ് ദ ബ്രിട്ടീഷ് ഐൽസ് വെർ എത്നിക് വൺസ് സച്ച് ആസ് ഇംഗ്ലീഷ്, വെൽഷ്, സ്കോട്ട്സ്, ഐറിഷ്, ഇങ്ങനെയായിരുന്നു എന്ത് ചെയ്തത്? ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ബ്രിട്ടനിലുണ്ടായിരുന്നു. ബ്രിട്ടൻ എന്ന് പറയുന്നത് സിംഗിൾ നാഷൻ ആയിരുന്നില്ല. ഓൾ ഓഫ് ദീസ് എത്നിക് ഗ്രൂപ്പ്സ് ഹാഡ് ദെയർ ഓൺ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ട്രഡീഷൻസ്. നിങ്ങൾ നോക്കണം, ഈ പറയുന്ന 4 ഗ്രൂപ്പിനും ദെയർ ഓൺ എന്തുണ്ട്? പൊളിറ്റിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, കൾച്ചർ ഉണ്ട്, ദെയർ ഓൺ വേ ഓഫ് എന്തുണ്ടാവും ലൈഫും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ബട്ട് ആസ് എ ഇംഗ്ലീഷ് നാഷൻ സ്റ്റഡ്ലി ഗ്രൂ ഇൻ വെൽത്ത്, ഇമ്പോർട്ടൻസ് ആൻഡ് പവർ, ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓവർ ദ അതർ നാഷൻസ് ഓഫ് ഇറ്റ്സ് ഐലൻഡ്. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇംഗ്ലീഷ് ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? ഡോമിനേറ്റ് ചെയ്യാണ്. വെൽഷ്, സ്കോട്ട്ലാൻഡ്, ഐറിഷ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിന് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള, പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, ഇംഗ്ലണ്ടാണ്. അവർക്ക് മറ്റ് ഏരിയാസിന് കൂടി ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു എന്തുണ്ടാവാണ്? ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന ഇംഗ്ലണ്ടിന് അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മറ്റ് ഏരിയാസിലും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇംഗ്ലീഷ് ഗ്രൂപ്പാണ് ഈ പറയുന്ന യൂണിഫിക്കേഷൻ പ്രോസസ്സിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ അൾട്ടിമേറ്റ് എയിം. അതാണ് സ്ട്രേഞ്ച് കേസ് ഇൻ ബ്രിട്ടൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, the English Parliament, which had seized power from the monarchy in 1688 at the end of the protracted conflict, was the instrument through which the nation state, with England as its center, came to be formed. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1688 ഇംഗ്ലീഷ് പാർലമെൻറ്റിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാർലമെൻറ്റിന് എന്ത് ചെയ്യാണ്? പവർ, മൊണാർക്സിൻ്റെ പവർ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ ഒരു ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ആക്ട് ഓഫ് യൂണിയൻ 1707 ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലാൻഡ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. UK എന്താ പറയുക ഫോർമേഷൻ, നമ്മളിവിടെ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു ടോപ്പിക്കാണിത്. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും UK ഫോർമേഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നത് 1707 ആക്ട് ഓഫ് യൂണിയനിലൂടെയാണ് ബിറ്റ്വീൻ സ്കോട്ട്ലാൻഡ് ആൻഡ് ഇംഗ്ലണ്ട് തമ്മിലുള്ള എന്താ പറയുക ഒരു ട്രീറ്റിയിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ ഫോം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് വാസ് ഏബിൾ ടു ഇമ്പോസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ സ്കോട്ട്ലാൻഡിൻ്റെ മേലെ ഇൻഫ്ലുവൻസ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള പവറും കൂടി ആർക്ക് ഉണ്ടാവുന്നുണ്ട്, ഇംഗ്ലണ്ടിന് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ദെൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വാസ് henceforth dominated by English members. The growth of British identity meant that the Scotland distinctive culture and political institutions were systematically suppressed. നമുക്കിവിടെ കാണാൻ പറ്റും ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംഗ്ലീഷ് മെമ്പേഴ്സിൻ്റെ ഒരു ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഈ പറഞ്ഞ ബ്രിട്ടീഷ് കൾച്ചർ ഗ്രോ ചെയ്യുന്നതിനും എന്താ പറയുക ഒബ്വിയസ്ലി അവിടെ ഇംഗ്ലീഷ് കൾച്ചറാണ് അവിടെ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കൾച്ചറാണ് അവിടെ മാക്സിമം എന്ത് ചെയ്യുക ഫ്ലറിഷ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഒബ്വിയസ്ലി സ്കോട്ട്ലാൻഡിൻ്റെ അതായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കൾച്ചർ ആണെങ്കിലൊക്കെ സപ്രസ് ചെയ്യപ്പെടാണ് അവിടെ ചെയ്യുന്നത്. Then the Catholic clans that inhabited the Scottish Highlands suffered to terrible repression whenever they attempt to assert their independence. The Scottish Highlanders were forbidden to speak their Gaelic language or wear their national dress, and large numbers forcibly driven out their homeland. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാത്തോലിക് ക്ലാൻസ് ഈ പറയുന്ന സ്കോട്ടിഷ് ഹൈലാൻഡ്സിൽ താമസിക്കുന്ന ഇവരും ഈ പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഈ ഇംഗ്ലീഷ് റെപ്രഷനെതിരെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അവരൊന്നും ഇൻഡിപെൻഡൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ അവർക്ക് അവരുടെ ഓൺ ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വേ ഓഫ് ഡ്രസ്സിങ് സ്റ്റൈലോ ഒന്നും ഫോളോ ചെയ്യാൻ അലോ ചെയ്തിരുന്നില്ല. ഈ പറയുന്ന ഇംഗ്ലീഷ് ഡോമിനൻസ്ഡ് ഗ്രൂപ്പ് അലോ ചെയ്തിരുന്ന നമുക്ക് കാണാൻ പറ്റും. അവരെ പുറത്ത് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ അയർലാൻഡ് ആണെങ്കിലും സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് എ കൺട്രി ഡീപ്ലി ഡിവൈഡഡ് ബിറ്റ്വീൻ കാത്തോലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ്. അയർലാൻഡ് എന്ന് പറയുന്ന കൺട്രി ആണെങ്കിലും കാത്തോലിക്സും പ്രൊട്ടസ്റ്റന്റും ഉണ്ടായിരുന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. ദ ഇംഗ്ലീഷ് ഹെൽപ്ഡ് ദ പ്രൊട്ടസ്റ്റന്റ് ഓവർ അയർലാൻഡ് ടു എസ്റ്റാബ്ലിഷ് ദർ ഡോമിനൻസ് ഓവർ എ ലാർജ്ലി കാത്തോലിക് കൺട്രി. അയർലാൻഡ് എന്ന് പറഞ്ഞാൽ കാത്തോലിക്സിൽ എന്താ പറയുക ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു. അവിടെ മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരുന്നു ആര് പ്രൊട്ടസ്റ്റൻസ്. പക്ഷേ പ്രൊട്ടസ്റ്റൻസിനെ ആര് സപ്പോർട്ട് ചെയ്യാണ്, ഇംഗ്ലീഷ് ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യാണ്. ഈ പറയുന്ന കാത്തോലിക് കൺട്രിയിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷേഴ്സ് എന്ത് ചെയ്യാണ് സപ്പോർട്ട് ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കാത്തോലിക് റിവോർഡ് എഗെയിൻസ്റ്റ് ഡോമിനൻസ് ബ്രിട്ടീഷ് ഡോമിനൻസ് വേർ സപ്രസ്ഡ്. കാത്തോലിക്സ് എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് ഡോമിനൻസിന് എഗെയിൻസ്റ്റ് ചെയ്ത അയർലാൻഡിൽ റിവോർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് സപ്രസ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഫെയിലിയർ റിവോൾട്ടഡ് ലെഡ് ബൈ വോൾഫ് ടോൺ ആൻഡ് ഹിസ് യുണൈറ്റഡ് ഐറിഷ്മെൻ 1798 Ireland was forcibly incorporated into the United Kingdom in 1801. 1801 കൂടി അയർലാൻഡും UK ഭാഗമാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then a new British nation was forged through the propagation of a dominant English culture. നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് നാഷനിൽ ആരുടെ ഡോമിനൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇംഗ്ലീഷ് കൾച്ചറുടെ ഡോമിനൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ അവരുടെ ഫ്ലാഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ നമുക്കവിടെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ മറ്റ് നാഷൻസിനെ സബോർഡിനേറ്റ്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഓക്കെ, സബോർഡിനേറ്റ് പാർട്ട്നേഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതായത് ഈ പറഞ്ഞ വെൽഷ് ആണെങ്കിലും സ്കോട്ടിഷ് ആണെങ്കിലും അയർലാൻഡ് ആണെങ്കിലൊക്കെ ഇംഗ്ലീഷിൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടായിരുന്നു ഈ പറയുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നാഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. വിതിൻ 15 മിനിറ്റ്സ് എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തോന്നുന്നുണ്ട്. വിതിൻ 20 മിനിറ്റ്സിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ വലിയൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സെറ്റ് ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.